ഇനി നമുക്ക് നല്ലൊരു ചിക്കൻ പുലാവ് ആക്കി എടുത്താലോ. ഒരുപാട് മസാലക്കൂട്ടോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഷാജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് വഴന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1 കിലോ അളവിലാണ് കേട്ടോ. അത്യാവശ്യം വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. വേറെ മസാല കൂട്ടോ കാര്യങ്ങളോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആ ഒരു ഗരം മസാലയുടെ ലൈറ്റ് ആയിട്ട് ഫ്ലേവർ ഉണ്ട്. പിന്നെ ഷാജീരകമൊക്കെ നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് കിട്ടിക്കോളും. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതും ഒരു 4-5 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കീറിയിട്ടൊന്നുമില്ല. ആ ഒരു രീതിയിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്താൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. മുഴുവനായിട്ട് വെന്തിട്ടില്ല. കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ചോറ് വെക്കാനുള്ള വെള്ളം ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് ബസ്മതി അരിക്ക് നമ്മൾ 2 കപ്പ് എന്നുള്ള രീതിക്ക് ചൂടുവെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3.5 കപ്പ് അളവിൽ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 7 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു 6.5 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. പുലാവ് ആ ഒരു ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് വേണ്ട, അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 1/2 കപ്പും കൂടെ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് തിളച്ചിട്ട് അത്യാവശ്യം ചിക്കൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്നങ്ങ് വെന്ത് വന്നോട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇതിൽ തന്നെ കിടന്നങ്ങ് വെന്തോട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന പോലെ ചൂടാക്കി എടുക്കാൻ. അപ്പോൾ അങ്ങനെ താല്പര്യമില്ല, ഇതുപോലെ തന്നെ ഈ ഒരു പുഴുങ്ങിയ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് അരി ഇട്ടിട്ട് ഒന്നിച്ചങ്ങ് വേവിച്ചെടുത്താൽ മതി. നമ്മൾ കൂടുതൽ പുലാവ് അങ്ങനെയാണ് ചെയ്യലുള്ളത്. ഈ ഒരു ചിക്കൻ അങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3.5 കപ്പ് സെല്ല ബസ്മതി റൈസ് ഒരു മണിക്കൂർ മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് തിള വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ഇത്തിരി നെയ്യ്, അതിനോട് ഇത്തിരി ഓയിൽ ഏതെങ്കിലും ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. വളരെ കുറഞ്ഞ അളവിൽ തന്നെ മതിയാവും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബദാം ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ ആയാലും മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. കറുത്ത ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ മുറിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വേവിച്ചുടച്ചെടുക്കൊന്നും വേണ്ട, ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പം ഈ ഒരു ക്യാരറ്റിനൊക്കെ ഒരു ചെറിയൊരു മധുര ടേസ്റ്റ് ഇഷ്ടമുണ്ട്, നമ്മൾ അഫ്ഗാനി പുലാവിലൊക്കെ ചെയ്യുന്ന പോലെ ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം 1 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിൽ കുറച്ചൊരു എണ്ണ ബാക്കി ഉണ്ടാവില്ല, അതിലേക്ക് നമ്മൾ ആദ്യം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ഫ്രൈ ആക്കുമൊന്നും വേണ്ട. ആ ഒരു കളറൊന്ന് മാറിയിട്ട് ആ ഒരു പുഴുങ്ങിയ ടേസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചോറ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറന്നു പോരുത് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വെള്ളം വറ്റി വരുമ്പോഴേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ അത്യാവശ്യമൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്യാരറ്റ് ബദാം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 10-12 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ചോറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. ആ ചിക്കനൊക്കെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു സിമ്പിൾ പുലാവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരു പുലാവ് റൈസ് എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു സിമ്പിൾ ടേസ്റ്റാണ്. നമ്മൾ മന്തി ഒക്കെ ചെയ്യുമ്പോൾ ഉള്ള മസാല കാര്യങ്ങൾ, മാഗി ക്യൂബ് അങ്ങനെയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റൈസ് റെസിപ്പി അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മന്തിയുടെ ഒക്കെ കൂടെ എടുക്കുന്ന ആ ഒരു തക്കാളി ചട്നി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്